2 കൊരിന്ത്യർ അധ്യായം 3. ഞങ്ങൾ വീണ്ടും ഞങ്ങൾക്കായി തന്നെ ശുപാർശ നടത്തുകയോ മറ്റു ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങളിൽ നിന്ന് ശുപാർശ കത്തുകൾ വാങ്ങുവാനോ നിങ്ങൾക്ക് ശുപാർശ കത്തുകൾ നൽകുവാനോ ഞങ്ങൾക്ക് എന്താണ് ആവശ്യം? നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ കത്ത്. അത് നിങ്ങളുടെ ഹൃദയത്തിന്മേൽ എഴുതിയിട്ടുള്ളതും എല്ലാവരും അറിയുകയും വായിക്കുകയും ചെയ്യുന്നതുമത്രേ. ഞങ്ങളുടെ ശുശ്രൂഷയാലുണ്ടായ ക്രിസ്തുവിന്റെ കത്ത് ആയി നിങ്ങൾ വെളിപ്പെടുന്നു. അത് എഴുതിയിരിക്കുന്നത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാലാണ്, കൽപ്പലകകളിലല്ല, മനുഷ്യ ഹൃദയങ്ങളെന്ന പലകകളിന്മേലത്രേ. ഈ വിധത്തിലുള്ള ഉറപ്പ് ഞങ്ങൾക്ക് ക്രിസ്തു മുഖാന്തരം ദൈവസന്നിധിയിലുണ്ട്. ഞങ്ങളിൽ എന്തെങ്കിലും മേന്മയുള്ളതായി അവകാശപ്പെടാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ല. ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്ന് വരുന്നു. അവിടുന്ന് ഞങ്ങളെ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരായിരിക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ അല്ല, ആത്മാവിന്റെ തന്നെ ശുശ്രൂഷക്കാർ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. കല്ലിൽ അക്ഷരമായി കൊത്തിയ മരണത്തിന്റെ ശുശ്രൂഷ തേജസ്സോടെയാണ് വെളിപ്പെട്ടത്. അതിന്റെ തേജസ് മാഞ്ഞു പോകുന്നതായിരുന്നിട്ടും മോശയുടെ മുഖത്തേക്ക് നോക്കുവാൻ ഇസ്രയേല്യർക്ക് സാധ്യമല്ലായിരുന്നു. അങ്ങനെയെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതായിരിക്കയില്ലേ? ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജോമയമെങ്കിൽ നീതിയുടെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകയില്ലേ? ഒരിക്കൽ തേജസ് ഉണ്ടായിരുന്നത് അതിമഹത്തായ ഇപ്പോഴത്തെ തേജസ് മൂലം തേജസ് ഇല്ലാത്തതായി തീർന്നിരിക്കുന്നു. മാഞ്ഞു പോകുന്നത് തേജസ്സോടെ വന്നുവെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ്സുള്ളതായിരിക്കും. ഇങ്ങനെ ഒരു പ്രത്യാശയുള്ളതുകൊണ്ട് നാം വളരെ ധൈര്യശാലികളായിരിക്കുന്നു. മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന മുഖ തേജസ് ഇസ്രായേലിയർ കാണാതിരിക്കുവാൻ മോശ തന്റെ മുഖം മൂടുപടം കൊണ്ട് മറച്ചു. നമ്മുടെ സ്ഥിതി അങ്ങനെയല്ല. എന്നാൽ ഇസ്രായേലിയരുടെ മനസ്സ് കഠിനമായി പോയിരുന്നു. പഴയ ഉടമ്പടി വായിക്കുമ്പോഴൊക്കെയും അതേ മൂടുപടം ഇന്നും മാറാതെ ശേഷിക്കുന്നു. അത് ക്രിസ്തുവിൽ മാത്രമാണ് നീങ്ങിപ്പോകുന്നത്. ഇന്നുവരെയും മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ ഒരു മൂടുപടം അവരുടെ ഹൃദയങ്ങളിൽ ശേഷിക്കുന്നു. എന്നാൽ ഒരുവൻ കർത്താവിങ്കലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകുന്നു. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ പ്രതിഫലിപ്പിക്കുന്നവരായ നാം ആത്മാവായ കർത്താവിൽ നിന്നുള്ള തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവിടുത്തെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു.